പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സ്റ്റുഡിയോയിൽ ഈ ഡ്രസ്സിനേക്കാളും കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ളത് അവിടുത്തെ ഓർണമെന്റ് സെക്ഷൻ ആണെന്ന്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പുറത്ത് നല്ല അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന കമ്മല്, എസ്തറ്റിക് ഒക്കെ ആയിട്ടുള്ള പൂക്കി സ്റ്റൈൽ കമ്മലുകളൊക്കെ ഇവിടെ വെറും 149 99 റുപ്പീസിനൊക്കെ കിട്ടും. അതൊക്കെ ആലോചിക്കുമ്പോൾ സ്റ്റുഡിയോ ഇങ്ങനെയാണ്. പിന്നെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും ഇതേ സെയിം സാധനം തന്നെ. അതിലൊരു പ്രശ്നം പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ ഞാനൊന്ന് സ്റ്റുഡിയോ വിസിറ്റ് ചെയ്തിരുന്നു. ഡ്രസ്സ് എടുക്കാന്നുള്ള ഭാവത്തിലാണ് വിസിറ്റ് ചെയ്തെങ്കിലും നമ്മുടെ കണ്ണ് സ്വാഭാവികമായിട്ടും ആ ഓർണമെന്റ് സെക്ഷനിലേക്ക് പോകുമല്ലോ. അങ്ങനെ പോയപ്പോൾ എടുത്തതാണ് ഈ സാധനം. ഇതിന് വെറും 149 റുപ്പീസാണ്. ഈ 149 റുപ്പീസിന് 5 പെയർസ് ഓഫ് ഇയറിംഗ്സ് കിട്ടും. അതിൽ 2 ഹുക്കും 3 സ്റ്റഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഞാനൊരു ലിപ് ബാം കൂടി വാങ്ങി. ഞാൻ അവിടുത്തെ മേക്കപ്പ് സാധനങ്ങളൊന്നും ഞാൻ ഇതുവരെ സ്റ്റുഡിയോ ഞാൻ മേടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് വാങ്ങിയൊരു ലിപ് ബാം ആണ് സ്റ്റുഡിയോന്ന് ഇന്നലെ. ഇതിന് വെറും 49 റുപ്പീസ്. ഇവിടെ ഇതൊരു കൊക്കോ സ്മെല്ലാണ്. ഇതാണ് കളർ. പക്ഷെ ഇതില് നമുക്ക് ഷെയ്ഡ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ലൈറ്റ് ന്യൂഡ് ഷെയ്ഡാണ് വരിക. എന്റെ ലിപ്പിലിട്ട ഈ ഷെയ്ഡ് കാണില്ലേ, കാരണം പിഗ്മെന്റ് ലിപ്പിൽ കാണില്ലേ. ഞാൻ ജസ്റ്റ് ലിപ് ബാം ഇട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ ലിപ്പ് ലൈനർ വരച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇട്ടിട്ട് ട്രൈ ചെയ്ത് കാട്ടിത്തരാം. ഫ്ലവർ ടൈപ്പ് നല്ല രസമുണ്ട്. എനിക്ക് സ്റ്റഡുകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമാവും. അടുത്തത് ഒരു സ്റ്റാർ ആണ്. സ്റ്റാർ ഇതും ഡെയിലി വെയേഴ്സ് യൂസ് ചെയ്യുമ്പോ കണ്ടോ നൈസാണ്. ഈ കളർ അങ്ങനെ അധികം പെട്ടെന്ന് പോകത്തില്ല. ഇയറിങ്ങിന്റെ പോകത്തില്ല. എൻ്റെ എത്ര നാളായി ഇതുവരെ കളറൊന്നും ഇതേ കണ്ടോ. ഇതിന്റെ കളറൊന്നും പോയിട്ടില്ല. ഇപ്പോഴും അടുത്തതാണ് ഒരു ലൂപ്പ് ടൈപ്പ് സാധനമാണ്. ഒരു ലൂപ്പാണിത്. കാണാനുണ്ടോ? ഇതും ഭംഗിയുണ്ട് അല്ലേ. ഹുക്കുകൾ വരുന്നത് നല്ല ക്വാളിറ്റി ആയിട്ട് ഈ സാധനം. ഈ ഹുക്കിനൊക്കെ ഇതിന് മാത്രം ഒരെണ്ണത്തിനൊക്കെ പുറത്തുനിന്ന് കടയിൽ ചിലപ്പോൾ ഈ ഒരെണ്ണത്തിന് മാത്രം 99 റുപ്പീസും 100 റുപ്പീസും 100ന്റെ മേലെയൊക്കെ വരും. ഞാൻ വേണമെങ്കിൽ നമുക്ക് കൂടിയിട്ട് കാട്ടിത്തരാം. കണ്ടോ ഭയങ്കര തിക്കാണ്. ഇവിടെ 3 കല്ലൊക്കെ വരുന്നുണ്ട്. ഗോൾഡൻ പ്ലേറ്റിലാണ്. പിന്നെ അതേ സെയിം ഹുക്കല്ല. അടുത്ത ഹുക്ക് വന്നിട്ട് കുറച്ച് ഡിഫറെന്റ് ആണ് നേരത്തേക്കാളും. കല്ലില്ല ഒന്നാമത്തത്. രണ്ടാമത് ഷേപ്പ് വ്യത്യാസമുണ്ട് കണ്ടോ. ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ, ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ഇതും കൂടെ കൂടിയിട്ടാണ് 149. ഒരു വിന്റേജ് ഹുക്കാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ജീൻസ് ഒക്കെ ഇടുമ്പോൾ ഇടാൻ പറ്റിയ ടൈപ്പ് ഹുക്കാണ്. കാഷ്വൽ ആയിട്ട് ഇടാൻ പറ്റിയതാണ്. അപ്പൊ എസ്തെറ്റിക് ലുക്ക് വരുന്നുണ്ട്. സ്റ്റൈല് ഞാൻ അടിപൊളി ചെയ്യും. ഇതൊക്കെ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് പോയിപ്പോൾ വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇട്ട വീഡിയോ ആണ്. അപ്പൊ ഓക്കെ, ബൈ.